റോസ നോക്ക്, നീളത്തിന് വളരുന്ന. അപ്പൊ ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണം, ഈ റോസ എന്താ ഇങ്ങനെ വളരുന്നത്? നീളത്തിന് മാത്രമേ വളരുന്നു. 2 പ്രാവശ്യം ഇവിടെ പൂ വന്നു, ഇതിന്റെ അകത്ത് പൂ വന്നു ഈ സ്റ്റെമ്മില്. ഇത് പുതിയായിട്ട് വളർന്നു, മണ്ണിൽ നിന്ന് പുതിയായിട്ട് വളർന്ന സ്റ്റെമ്മ. പക്ഷെ ഈ നീളത്തിന് പോകത്തേ ഉള്ളൂ. ഇത് നോക്ക്, മുളക് ഇവിടെ വന്നു, അവിടെ ഉണ്ട് മുളക്, 2 മുളകുണ്ട്. പിന്നെ ഇത് ഇത് എന്തോന്നു, ആഫ്രിക്കൻ മല്ലി. അന്ന് നമ്മള് മറ്റേടുത്ത് എവിടെ നമ്മള് പൊന്മുടി പോയപ്പം കൊണ്ടുവന്നത്, പിന്നെ അമീനാൻറ്റി തന്നതില്ലേ, രണ്ടുണ്ട്. പിന്നെ ഇതെന്തോണെന്ന് അറിയോ ആർക്കെങ്കിലും? ഞാൻ നെറ്റിൽ സെർച്ചപ്പം മറ്റേ ബേ ലീഫ് എന്നൊക്കെയാണ് പറയണത്. അതാണോ എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണം, എന്നാലേ എനിക്കറിയാം. എനിക്കല്ലാതെ ഇതൊന്നും അറിഞ്ഞൂടാ. ഇന്ന് ഉച്ചത്തേക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ മീൻ കറിയും കണവത്തോരനുമാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഞങ്ങൾ സൈറ്റിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന വഴി തന്നെ ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് ശർക്കര പാനി കിട്ടും. ഇത് നന്നായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ 3 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ പായസം ഉണ്ടാക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പം നമ്മളുടെ പണിക്കാർക്കൊക്കെ പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴുകിയെടുത്ത നുറുക്ക് ഗോതമ്പ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മൾ എടുത്ത നുറുക്ക് ഗോതമ്പിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ 1/2 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നുറുക്ക് ഗോതമ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുക്കറൊക്കെ അങ്ങ് നാശമാകും കണ്ടോ. ഇങ്ങനെ തെറിച്ചിട്ട് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റീം പോയ ശേഷം ഞാൻ തുറന്നപ്പോൾ കണ്ടോ നമ്മളുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഞാനിവിടെ വലിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യും 1/2 കപ്പ് കാഷ്നട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ കാഷ്നട്ട് ഇത്രയും കൂടുതൽ എടുക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നുറുക്ക് ഗോതമ്പ് ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തല്ലോ. എന്നിട്ട് കാഷ്നട്ട് വറുത്തതിന് ശേഷമാണ് ഞാനിവിടെ 1/2 കപ്പ് കിസ്മിസ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. ഇത് കിസ്മിസ് പെട്ടെന്ന് ആ ചൂട് പറ്റുമ്പോൾ തന്നെ വീർത്ത് വരും. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചല്ലേ നമ്മൾ വേവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കിയത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ലിറ്ററോളം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല കട്ടിക്കല്ലേ നമ്മളിത് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. ഞാനൊരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ശരിക്ക് കുറച്ച് നേരം നമ്മൾ ഇത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ 3 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഏലക്കാപ്പൊടി ഇടുമ്പം ശരിക്കും അതിൻ്റെ ആ ഫ്ലേവർ അതിലെല്ലാം നന്നായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയാലും കുറച്ച് നേരം നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രമേ മധുരം ആ പാകത്തിന് അതിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തിള ഇടയ്ക്ക് വരും, നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിവിടെ 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. പഴം ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പഴമൊക്കെ ഇട്ടിട്ട് നമ്മളിത് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പായസം ശരിക്കും കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഈ ഒരു പായസം കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ കുടിക്കും കേട്ടോ. അപ്പോൾ പഴമെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കുന്നതിലാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 1 ലിറ്ററോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും കേട്ടോ.
ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വരുവാണ്. ആ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഈ തേങ്ങാപ്പാലുമായ ഏലക്കയുടെ പൊടിയും പഴത്തിൻ്റെ ആ ഒരു മണവും എല്ലാം കൂടി ചേർന്നിട്ടൊരു അടിപൊളി മണമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ സാധനം ചേർക്കും, കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിനെ ടേസ്റ്റ് കൂട്ടാനാണ് ഞാനത് ചേർക്കണം. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. അപ്പം ഇത് നിർബന്ധമൊന്നുമല്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം നല്ല യോജിച്ച് വന്നു എന്ന് തോന്നുമ്പോഴേക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ പാകത്തിന് വന്നിട്ടുണ്ട് നമ്മളുടെ ഈ നുറുക്ക് ഗോതമ്പ് പായസം എന്ന് പറയുന്നത്. ഞാനിവിടെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിന് മീതെ ഇതുപോലെ ഇട്ട് ഗാർണിഷ് ചെയ്യും. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ, കാരണം സെർവ് ചെയ്യുന്ന ടൈമിൽ ഇടാനായിട്ട് ആണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പണിസ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇനി സറിക്ക സൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവരാരും വരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇന്ന് തന്നെ അവർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതേ പായസം റെഡിയാണ് കേട്ടോ. ഞാൻ പായസം റെഡിയായതിൽ നിന്ന് കുറച്ച് നമുക്കുള്ളതൊന്ന് മാറ്റി വെക്കാണ്. അതേ ഈ ബൗളിലേക്ക് മാറ്റി വെക്കാം. നമുക്കെല്ലാവർക്കും കൂടി അത്രയും മതിയാകും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ടിഫിനിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് മറ്റേ ബനിയനല്ലേ ഇതാത്തത്? അവസാനം വന്നത് ഇതല്ലേ നോക്കിയിരുന്നത്. ഇത് വൈറ്റ് എന്നല്ലേ പറഞ്ഞ സുൽത്താൻ? ഇത് നോക്ക്. എന്റെ വൈറ്റ് ആയിരിക്കും. ആണോ? മറ്റേ നേരത്തെ റിസാൻഡല്ലേ വന്നത്. അടിപൊളിയല്ലേ കളറ്? വൈറ്റ് എത്രത്തോളം മുതലാകും എന്നുള്ളതാണ്. നല്ല കോമ്പിനേഷൻ അല്ലേ, കളർ കോമ്പിനേഷൻ. ഞാൻ നോക്കുമ്പോഴേക്ക് പെട്ടെന്ന് ദേ മഴ പൊടിയുന്നുണ്ട്. ക്ലൈമറ്റ് അങ്ങ് മാറി ഡള്ളായിരിക്കുകയാണ് കേട്ടോ. അതേ ഇപ്പം മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴയൊന്ന് തോർന്ന ശേഷം എനിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിങ്ങനെ വിചാരിച്ചിരിക്കാതെയാണ് മഴ വന്നത്. എനിക്ക് തോന്നുന്നു നാളെ പുതുവർഷം ആയതുകൊണ്ട് ഇന്നിപ്പോൾ മഴ പെയ്യുന്നതായിരിക്കാം. പായസമൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നിടെ ഞാൻ ഓടി വരുന്നത് ഇവിടെയാണ്, മുകളിലേക്ക് വരും ഈ ആകാശക്കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അതേ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊരു കാഴ്ചയും കാണാനായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിട്ട് ആകെ ഡള്ളായി നിൽക്കുന്ന ഒരു ആകാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എവിടെയും പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ. വെറുതെ ഇങ്ങനെ ചുമ്മാ ചുറ്റുമുള്ളത് വെറുതെ ഒന്ന് നോക്കി നിന്നേ ഉള്ളൂ. വെറുതെ ഇറങ്ങിയില്ലേ? ഒരു വെള്ളം അറിയാമോ? ലക്കോ കിധർ के? झारखंड का. നമ്മുടെ ലക്കോന്റെ ബർത്ത്ഡേ ആണ് നാളെ അല്ലേ ലക്കോ? തേടിന്. ശരി, എന്തായാലും ഞാൻ ലക്കോന് പായസം കൊണ്ടുവന്നു കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ നേരത്തെ കണ്ട ലക്നമാണ് ഈ നിക്കണത്. ലക്നോ കഴുത്തിലൊക്കെ കിട്ടിയത് കണ്ട, ഭയങ്കര ഫോമിലാണ് വരണതും പോണതും ഒക്കെ കേട്ടോ. ലക്നോ ജാർഖണ്ഡ്. കിतना साल हो गया इधर? 6 साल. മലയാളം പറയും. 6 വർഷമായി. മലയാളം പറയും. എന്നാലും നമ്മുടെ അത്ര വലിയൊരു സ്മാർട്ട് ആയിട്ടില്ല അല്ലേ? മലയാളം പറയില്ലേ നല്ലോണം? ഒന്ന് പറ. എണ്ണയൊക്കെ അറിഞ്ഞൂടെ? बोलने के लिए थोड़ा मालूम समझिएगा पूरा. മലയാളം പറഞ്ഞു. നാളെ വരാന്ന് പറ. ഓക്കെ, നാളെ വരാം. ഓക്കെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ദേ ആട്ടി വെച്ച മാവ് പൊങ്ങിയോ നോക്കിയതാണ്. രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് ആട്ടി വെച്ച മാവാണിത്. അതേ ഇവിടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോവായിരുന്നു. അപ്പോഴേക്കും നിസാറയ്ക്ക് പറഞ്ഞ് ഇന്നിപ്പം ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തേക്ക് പോവാം, നാളെ ന്യൂ ഇയർ അല്ലേ,
അപ്പം എങ്ങനെയാണ് നമ്മളുടെ ഇവിടെ തിരുവനന്തപുരം സിറ്റി ന്യൂ ഇയർ ആഘോഷിക്കുന്നതെന്ന് ഒന്ന് കാണാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവാണ്. Did you make them meet here? അങ്ങനെ എന്തല്ലേ? അത് ഓക്കേ, ഫസ്റ്റ് സെക്കൻഡ്. You said meet here. Yes, meet here. Where did you go? Paul Barber. Yeah. Oh, New Year. എന്താണ് എത്ര താമസിച്ചത്? ഞാൻ പതുക്കെ വിട്ടു ആകെ 3 സീനിലാണ് നീ പോയത്. പിന്നെ മഞ്ഞായിരുന്നു. പോലീസൊക്കെ ഇത് സുൽത്താനെ കടകളൊക്കെ അടച്ചു തുടങ്ങി. ഇന്ന് റൂൾസ് ഉണ്ടെന്ന് 10 മണി കഴിഞ്ഞിട്ട് വെളിയിൽ കണ്ടു. എന്ത് കാണാനായിട്ട് ഇറങ്ങിയത്? ന്യൂ ഇയർ കാണാൻ. ന്യൂ ഇയർ ഇപ്രാവശ്യം ഇല്ല, ഈ വർഷത്തെ ന്യൂ ഇയർ ക്യാൻസൽ. ഇല്ല, ഇവിടുത്തെ ന്യൂ ഇയർ ഇന്ന് ക്ലോക്ക് വെച്ച് 10 മണിക്ക് ന്യൂ ഇയർ ആവും. അതെ, നമ്മുടെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് ഒരു ന്യൂ ഇയർ പാർട്ടിയും 10 മണിക്ക് ശേഷം നടത്താൻ പാടില്ല. കാരണം 12 മണി അടിക്കാൻ കാത്തിരിക്കും, അങ്ങനെയൊക്കെയാണ് ആഘോഷം. 10 മണിക്കാണ് പാർട്ടി തുടങ്ങുന്നത് സാധാരണ. ഇതാണ് നമ്മളെ കവടിയാർ റോഡിന്റെ അവസ്ഥ. ബാംഗ്ലൂരിലൊക്കെ കർഫ്യൂ ഉണ്ടെന്നാണ്. പക്ഷെ എല്ലാ ജംഗ്ഷനിലും ഒരാളുണ്ട് കാണാൻ. എല്ലായിടത്തും പോലീസ് ലാത്തിയായിട്ട് നിന്നിട്ട് എല്ലാരെയും വാച്ച് ചെയ്യുന്നുണ്ട്. ആകെ ഓണാഘോഷം അല്ല, ക്രിസ്മസോ ന്യൂ ഇയറോ എന്താണെന്ന് അറിയില്ല. ഇവിടെ മാത്രം കുറച്ച് സ്റ്റാറും ക്രിസ്മസിന്റെ ബാക്കി അവര് അഴിച്ചില്ല. ന്യൂ ഇയറോട് കഴിഞ്ഞിട്ട് അഴിക്കാന്ന് സിഗ്നലും അതുപോലെ ബ്ലിങ്ക് ചെയ്തു. ദുബായിൽ ഭയങ്കരമായിട്ട് പടർന്നു. പക്ഷെ വെളി പറയുന്നില്ല എന്നാണ് പറയുന്നത്. പുതിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ 1-2 ലൈറ്റൊക്കെ കണ്ടു. നമ്മൾ ഓണാഘോഷം കാണാൻ പോണില്ലേ, അതുപോലെ നമ്മൾ പോണതാണ്. പക്ഷെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നല്ലേ ബൈക്ക് നോക്കിയത്. പറത്തി വരുന്ന എനിക്ക് തോന്നി ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പോയി കാണും. ഇവിടെ 4 പേര്. അവിടെ ചിലപ്പോഴേ കാണും. അതെ, സാധാരണ ന്യൂ ഇയറിനൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോഴേക്കും സീറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. വെളിയിലൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. ഇന്ന് ഞങ്ങൾ സാധാരണ കഴിക്കാൻ വരുന്ന ആ ഹോട്ടലിൽ തന്നെയാണ് വന്നത്. സാധാരണ എത്ര തിരക്കോലും ഇവിടെ ഇല്ല കേട്ടോ. നമ്മള് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് 9:41 19 മിനിറ്റ് ഉണ്ട്. 19 മിനിറ്റ് കൊണ്ട് നമ്മൾ വീടെത്തണം. അടിപൊളി. നോക്കിയേ, നമ്മളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. എന്നിട്ടൊരു ഗുഡ് ന്യൂസ് ഉണ്ട് പാപ്പാ. ഇപ്പൊ എന്റെ മെസ്സേജ് വന്ന് വാഹനിൽ നിന്ന് പരീക്ഷ മേമൂല അല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തെന്ന്. അപ്പാ 29-ാം തീയതി ചെയ്ത നമ്മുടെ ഫസ്റ്റ് ട്രയൽ പാസ്സായ എക്സാം ഇല്ലേ, 29-ാം തീയതി. കഴിഞ്ഞ ബ്ലോഗില് പരീക്ഷയ്ക്ക് പോയെന്ന് പറഞ്ഞു. എന്നും കാണുന്ന പള്ളി നല്ല ലൈറ്റൊക്കെ ഇട്ട്. ഇവിടെ തിരക്കുണ്ട്, ഉത്സവ പ്രതീതിയാണ്. ആദ്യം
മാത്രമല്ല ബാങ്ക് നോക്കിയേ, ബാങ്കിനെ സൂചിപ്പിച്ച് സ്റ്റാറൊക്കെ ഇട്ട്. ഇവിടെ ഇന്ന് ന്യൂ ഇയറിന് എന്തെങ്കിലും സർവീസ് കാണുമായിരിക്കും കേട്ടോ. ആണ് ഇവിടെ ഇത്രയും തിരക്കേണ്ട സർവീസ്. അതാ ഏഹ് ഇയാളൊന്നും എടുക്കുക അറിയിക്കും. എല്ലാവർക്കും സലു കിച്ചൻ്റെ പുതുവത്സരാശംസകൾ. 2021 ജനുവരി 1 ആയ ഇന്നത്തെ പ്രഭാതമാണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം 6:15 മണി കഴിഞ്ഞു. പക്ഷെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.